ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ ജയിലിലും ഏട്ടൻ ഈ അവസ്ഥയിലും. ഞങ്ങളെല്ലാം ഇപ്പോ ആ വീട്ടിൽ മരിച്ചതുപോലെ ജീവിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞങ്ങൾ ഏട്ടനെ എങ്ങോട്ടും വിടത്തില്ല. നാളെ അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ സച്ചിയുടെ അവിടെ ഉണ്ടാവണം. സച്ചി, അറിയാതെയാണെങ്കിലും നിനക്ക് വിഷം തന്നത് അമ്മയാണെന്നുള്ള കുറ്റബോധം കൊണ്ട് അമ്മ വല്ലാത്തൊരവസ്ഥയില. നീ സുരക്ഷിതമായി അവിടെ ഉണ്ടെന്ന് കാണുമ്പോ ആ അമ്മയുടെ നെഞ്ചിലെ തീയണയും. അതുകൊണ്ട് നീ എതിരൊന്നും പറയരുത്. അമ്മയുടെ സങ്കടം എനിക്ക് കാണാം. പക്ഷേ അനുവേട്ട, അർച്ചന ഇവിടെ എവിടെയോ ഉണ്ട്. അവളില്ലാതെ എനിക്ക് പറ്റില്ല. ആ, അതൊക്കെ സംഭവിച്ചു. പക്ഷേ നീ വീട്ടിൽ വന്ന് താമസിച്ചാലും അർച്ചനയെ കണ്ടുപിടിക്കാലോ. അത് മാത്രമല്ല, ഡോക്ടർ പറഞ്ഞു നിനക്ക് ഓർമ്മയില്ലേ, നല്ല റെസ്റ്റ് വേണം, കെയർ വേണം. വല്ല ഡ്രൈവർമാരുടെയും കൂടെ എവിടെയെങ്കിലും പോയി താമസിച്ചാൽ നിന്നെ ആരും നോക്കൂടാ. ചിലപ്പോൾ ഒരു അസുഖം വന്നാൽ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കാം. പക്ഷേ അതൊന്നും സ്വന്തം സഹോദരനെ നോക്കുന്ന പോലെ പറ്റില്ല. അനുവേട്ട, ഞാൻ സച്ചി, ഇക്കാര്യത്തിൽ ഇനിയൊരു ചർച്ചയില്ല. അമ്മയുടെ തീരുമാനം നീ അനുസരിച്ചേ പറ്റൂ. ആന്റി ജയിലിൽ നിന്ന് വരുമ്പോ ഏട്ടൻ ആ പൂമുഖത്ത് തന്നെ ഉണ്ടാവണം. ഇനിയെങ്കിലും ഞങ്ങളെ തനിച്ചാക്കി എങ്ങോട്ടും പോവല്ലേ ഏട്ടാ. മോളെ, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഇനി എന്ത് മനസ്സിലാക്കാൻ? മോളെ, ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ഇവന് മനസ്സാവുന്നില്ലെങ്കിൽ ഇനി എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോട്ടെ. അനുവേട്ട, നമ്മളാരും ഇവന്റെ ആരും അല്ലല്ലോ. കുറച്ച് ഡ്രൈവർമാരല്ലേ അവന് വലുത്. എടാ, 2 ദിവസമായി നിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും. അതിന്റെ നീറ്റലും പിടച്ചിലും ഇപ്പോഴെല്ലാവരുടെ നെഞ്ചിലുണ്ട്. അതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പൊയ്ക്കോ. എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അർച്ചനയില്ലാതെ ഞാൻ എങ്ങോട്ടും വരില്ല. ഇനി ഞാനൊന്നും പറയുന്നില്ല. നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യ്. അനുവേട്ട, അനുവേട്ട, എന്താ ഏട്ടാ ഇത്? മോളെ, എന്നെ നിർബന്ധിക്കല്ലേ. അർച്ചനയില്ലാതെ ഞാൻ അവിടെ കയറി വരുന്നതിനേക്കാളും നല്ലത് ഇവിടെ കിടന്ന് മരിക്കുന്നതാ. എനിക്കൊരു പാട്ട് പാടിത്തരൂ.